മണ്ഡലം വയനാട് രാഹുൽ ഗാന്ധി, ആനി രാജ, കെ സുരേന്ദ്രൻ എന്നിവർ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം റെക്കോർഡായിരുന്നു. നമുക്കറിയാം, വമ്പൻ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വിജയിച്ചത്. ഇത്തവണ അതേ മാർജിൻ ആവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ. ആനി രാജ എന്ന മികച്ച സ്ഥാനാർത്ഥിയെ ഇത്തവണ ഇറക്കി. അത് 4 ലക്ഷത്തിൽ, അതായത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 4 ലക്ഷത്തിൽ താഴെയാക്കുമോ? 3 ലക്ഷത്തിന് അല്പം മാത്രം മുകളിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ഫിനിഷ് ചെയ്യുമോ? ഒപ്പം 1 ലക്ഷം എന്ന മാർക്ക് BJP മറികടക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് വയനാട്ടിലുള്ളത്. 4,31,770 എന്നുള്ള ഭൂരിപക്ഷത്തിൽ നിന്ന് കുറയാനാണ് സാധ്യത. എത്ര കുറയും? ഒരു 1 ലക്ഷം 10,75,000 മുതൽ 1 ലക്ഷം വോട്ട് വരെ, ഏറ്റവും കുറഞ്ഞ ഒരു 10,75,000 ഭൂരിപക്ഷം കുറയും എന്ന് ഞാൻ കരുതുന്നു. 3.25 ലക്ഷം വോട്ടിന് രാഹുൽ ഗാന്ധി ജയിക്കുമോ? തീർച്ചയായിട്ടും രാജീവ് പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ഈ ചോദ്യം അഭിലാഷിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് എൻ്റെ മനസ്സിൽ ഉത്തരമായി ഞാൻ പറയാൻ വെച്ചിരുന്ന രാജീവ് പറഞ്ഞു. കാരണം 1 ലക്ഷം വോട്ട് വരെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൽ നിന്ന് 1 ലക്ഷം വോട്ട് വരെ കുറക്കാനുള്ള മികച്ചൊരു സ്ഥാനാർത്ഥിത്വം LDF നുണ്ട്. ബിക്കോസ് കഴിഞ്ഞ ഇലക്ഷനിൽ CPI സ്ഥാനാർത്ഥി PP സുനീറാണ് ആർക്കെതിരെ, രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത്. ആ അവസ്ഥ മാറി ആനി രാജ എന്നൊരു ദേശീയ നേതാവിനെ തന്നെ CPI സ്ഥാനാർത്ഥിയായി LDF സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നല്ല മത്സരം നടന്നു. അതുകൊണ്ട് തന്നെ 1 ലക്ഷം വോട്ട് വരെ പരമാവധി കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കുറഞ്ഞാൽ ഒരു 3 ലക്ഷത്തിന് ആസ്പാസ് വന്ന് നിൽക്കാനാണ് സാധ്യത. 3 ലക്ഷത്തിൽ ചില്ലറ വോട്ട്. എനിക്ക് ചോദിക്കാനുള്ളത് വേറൊരു ചോദ്യമാണ്. റായ്ബറേലിയിൽ ജയിക്കുന്ന രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞാൽ വീണ്ടും ആനി രാജ മത്സരിച്ചാൽ ആനി രാജ ജയിക്കും? വയനാട് പോലെയുള്ള മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യത വളരെ 20,000 ചില്ലറ വോട്ടിന് വരെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ആനി രാജയ്ക്ക് ജയിച്ചു കയറാവുന്ന ഒരു സാധ്യത എന്തായാലും വയനാട്ടിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അടുത്ത ഇലക്ഷനിലും ആനി രാജ വയനാട്ടിനെ പറ്റി CPIക്ക് കിട്ടാവുന്ന നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷെ അതിനേക്കാൾ നല്ല സ്ഥാനാർത്ഥി സത്യൻ മൊകേരി തന്നെയാണ് എന്നുള്ളതാണ് വയനാട്ടിൽ അറിയുന്ന ആളെന്നുള്ള നിലയ്ക്ക്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ മറ്റ് പല പേരുകളും വരുന്നുണ്ട്. പക്ഷെ ആനി രാജ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. 2 ഡൽഹിക്കാര് ഇവിടെ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു എന്നുള്ളത് വലിയ കൗതുകമാണ്. ഇരിട്ടി എന്നൊക്കെ പറയാമെങ്കിൽ ഇരിട്ടിൽ നിന്നൊക്കെ പോയിട്ട് കുറെ കാലമായി ആൻറ്റി. ആ വിധത്തിൽ അവർ രണ്ടുപേരും വീണ്ടും വയനാട്ടിൽ വന്ന് ശശി തരൂരിനെ പാലക്കാടുകാരനായി അംഗീകരിക്കുക, ആനി രാജയെ കണ്ണൂരുകാരനായി അംഗീകരിക്കാൻ പറ്റുന്നതാണോ? ശരിയല്ല കേട്ടോ. പക്ഷെ അവിടുത്തെ ഒരു കാര്യം, അവിടെയും ഞാൻ ഈ പറയുന്ന വയനാട്ടിൽ വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യം, രാഹുൽ ഗാന്ധി ഇത്തവണ പ്രചാരണത്തിൽ ലീഗിൻ്റെ കൊടികൾ മാറ്റിവെച്ചു. അല്ലെങ്കിൽ ആ വിധത്തിൽ കഴിഞ്ഞ തവണത്തെ ഇതുപോലെ പ്രചാരണത്തിൽ പച്ചക്കൊടികൾ, പാകിസ്ഥാൻ കൊടികൾ എന്ന വിധത്തിൽ ഉത്തരേന്ത്യയിൽ പ്രചാരണം നടത്തും എന്ന് മുൻകൂട്ടി കണ്ട് അത്തരത്തിലുള്ള പ്രചാരണ ഘട്ടത്തിൽ പോലും ഒരുപാട് കൗതുകങ്ങൾ കണ്ട സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ രാഹുൽ ഗാന്ധി ഇത്തവണത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് വയനാട്ടിൽ എല്ലാവരും കാണുന്നത്. ഒരു ഇടവേളയുണ്ട്. നമ്മുടെ എക്സ്പെർട്സിനോട് ഞാൻ ചോദിക്കുകയാണ്. ആദ്യം ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമെന്ന് വിശ്വസിക്കുന്നുവോ അതോ കൂടുമോ? രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയും. കാരണം അങ്ങനത്തെ ഒരു വേവ് ഓളമൊന്നുമില്ലല്ലോ. കാരണം കഴിഞ്ഞ തവണ നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നത് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പോരാട്ടം നടക്കും ലോകസഭയിൽ നിന്ന്. അപ്പോൾ അതില്ലാത്തൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. റായ്ബറേലി ഓഫ് കോഴ്സ് പിന്നീടാണ് വന്നത്. ഇപ്പോൾ പക്ഷേ അത് അപ്പുറത്തെ വശത്ത് നമ്മൾ നോക്കുമ്പോൾ ആനി രാജയെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര മിടുക്കിയും സ്ത്രീപക്ഷത്ത് നിൽക്കുന്നതും സോഷ്യലിസ്റ്റും എല്ലാം മതേതര സ്വഭാവത്തിനൊക്കെ എല്ലാം ഉള്ള ഒരു വ്യക്തിയൊക്കെയാണ്. പക്ഷേ അവരെ ലോക്കൽ ഗ്രൗണ്ട് ലെവലിലെ ആൾക്കാർക്ക് വലിയ പരിചയമില്ല, TV-യിൽ കാണുന്നല്ലാതെ. എനിക്കൊറ്റ കാര്യമുള്ളൂ, അത് എന്താണെന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ സുരേന്ദ്രനും BJPയും പറയുന്നത് ക്രൈസ്തവ വോട്ട് ഇത്തവണ ഞങ്ങൾക്ക് കാണുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രസിഡന്റിന് ഈ വയനാട്ടിൽ നല്ല ശതമാനമുള്ള ക്രൈസ്തവ വോട്ടിൽ എത്ര കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ സുരേന്ദ്രൻ എത്ര വോട്ട് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് ഞാൻ താല്പര്യപൂർവ്വം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് അത്ര ഭയങ്കരമായിട്ടൊന്നും കൂടാൻ സാധ്യതയില്ല. പക്ഷേ നേരത്തെ നമ്മുടെ ചാനലുകളിലൊക്കെ പറഞ്ഞിരുന്നത് അവർക്ക് 27% വോട്ട് കിട്ടും, BJPക്ക് 29% LDF-നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അതിനുള്ളൊരു ബാറ്റിൽ ഗ്രൗണ്ടായിട്ട് മാത്രം നമ്മൾ എടുത്തേച്ചാൽ മതി. തീർച്ചയായും. ഡോക്ടർ മോഹൻ വർഗീസ്, 10% വോട്ട് ഇന്നേ വരെ നേടാത്ത മണ്ഡലമാണ് BJPയെ സംബന്ധിച്ച് വയനാട്. സുരേന്ദ്രൻ മത്സരിക്കുന്നത് കൊണ്ട് BJP 10% എത്തുമോ? 1 ലക്ഷം വോട്ടിലേക്ക് എത്തുമോ? സുരേന്ദ്രൻ പ്രതീക്ഷിക്കുന്നത് 1,50,000 വോട്ടിലേക്ക് എത്തിക്കാമെന്നാണ്. പക്ഷേ 1,25,000 കൂടുതൽ വോട്ടുകൾ സുരേന്ദ്രന് കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറച്ചുകൊണ്ട് വരുന്നതിന് ആനി രാജയെ പോലെ തന്നെ സുരേന്ദ്രനും ഒരു വലിയ പങ്കുണ്ട്. ഇവിടെ വയനാട് ഓർമ്മിച്ചിരിക്കുന്നത് ഭൂരിപക്ഷത്തിൻ്റെ കണക്കിലൊന്നും ആയിരിക്കില്ല. എത്രത്തോളം സമർത്ഥമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി പോൾ മാനേജ് ചെയ്തത്.
അതായത് ഈ പച്ചക്കൊടികൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ആശയക്കുഴപ്പം ഒഴിവാക്കിക്കൊണ്ട് തന്ത്രപരമായ ഒരു സമീപനമാണ്. അത് മാത്രമല്ല അവസാനം പോളിംഗ് കഴിഞ്ഞ് 2 ദിവസം കഴിയുന്നത് വരെ വയനാട്ട് മത്സരിച്ച രാഹുൽ ഗാന്ധി കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടാതെ ഇരുന്നതും ഒരു പക്വതയാർന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ലക്ഷണമായി നമുക്ക് കാണാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം തീർച്ചയായും കുറഞ്ഞു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റാഷിദിനും അതേ അഭിപ്രായമാണോ? ഭൂരിപക്ഷം കുറയുമോ? അതിൽ ഭൂരിപക്ഷം കുറയും എന്നുള്ള അഭിപ്രായം തന്നെയാണ് നമ്മൾ പലരും പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യം ഈ രാഹുൽ ഗാന്ധി ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ വലിയൊരു ഹൈപ്പായിരുന്നു. അത് മീഡിയയിലായാലും അതൊരു പുതുമ ഉണ്ടായിരുന്നു. ദേശീയ നേതാവ് പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു പുതുമ ഉണ്ടായിരുന്നു. പിന്നെ മലയാളികൾക്ക് പൊതുവെ ഒരു സ്വഭാവം കൊണ്ട് കണ്ടിന്യൂസ് ഒരു ഹൈപ്പ് കൊടുക്കില്ല. അപ്പോൾ ആ തരത്തിൽ വരുമ്പം പൊതുവിൽ ഞാൻ അതിലേക്ക് നീട്ടിക്കൊണ്ട് പോകുന്നില്ല അഭിലാഷ്. വലിയ ഒരു 1 ലക്ഷത്തിനടുത്തുള്ള ഗ്രാഫിൽ കുറവുണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞാനും കാണുന്നത്. യെസ്, 1 ലക്ഷത്തിന്റെ കുറവ് എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു പോയിന്റ്. 1 ലക്ഷത്തോളം വോട്ട് കുറയും. ഒരു കാര്യം കൂടെ ഉണ്ട്. രാഹുൽ ഗാന്ധി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വയനാട്ടിൽ മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഇടയ്ക്കൊന്ന് വന്ന് വയനാട്ടിൽ 2 ദിവസം പ്രചരണം നടത്തി തിരിച്ചു പോകുന്ന ഇപ്പോഴത്തെയും കഴിഞ്ഞ പ്രാവശ്യത്തെ രീതിയുണ്ട്. അങ്ങനെ പോലും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തവണ ഇവിടെ വന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയനാട്ടിൽ മത്സരിച്ച് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കാൻ പോയി. അതിനു മുമ്പ് അതിനെക്കുറിച്ച് ഒരു സൂചന ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അടുത്ത തവണ വീണ്ടും മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇത്തവണത്തെ പോലെ പോലും വയനാട്ടിലെ ആളുകൾ രാഹുൽ ഗാന്ധി ഇനി രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ മത്സരിക്കേണ്ടി വരില്ല. റായ്ബറേലിയിൽ അദ്ദേഹം ജയിക്കല്ലേ? റായ്ബറേലിയിൽ ജയിച്ചു കഴിഞ്ഞാലും പക്ഷേ അടുത്ത തവണ വീണ്ടും മത്സരിക്കുമ്പോൾ ഒരു ഷുവർ സീറ്റ്, അതായത് MP ആകണം എന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷേ ഒരു ഉറപ്പ് വേണമെങ്കിൽ വയനാട്ടിൽ തന്നെ മത്സരിക്കേണ്ടി വരുമായിരിക്കാം. പക്ഷേ രാജീവ്, അതിൽ അഭിലാഷിന്റെ ഒരു ദുസൂചനയുണ്ട്. കാരണം പല BJP ദേശീയ നേതാക്കളും ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പ് ആകുമെന്നുള്ള വലിയ അർത്ഥത്തിലല്ല. ഞാൻ പറഞ്ഞത് റായ്ബറേലി അദ്ദേഹത്തിന്റെ റായ്ബറേലി സോണിയാഗാന്ധിയുടെ സീറ്റായിരുന്നു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് കോൺഗ്രസിന് 10-20 സീറ്റൊക്കെ കിട്ടിയാലോ പറയാം. റായ്ബറേലിയിൽ മത്സരിച്ച് ജയിച്ചു എന്ന് വിചാരിക്കുക. അമേഠിയിൽ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി തോക്കുമെന്ന് രാഹുൽ ഗാന്ധി വിചാരിച്ചിരുന്നില്ല. BJP വിചാരിച്ചു കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ റായ്ബറേലിയും അവര് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് അവർ വേണമെങ്കിൽ അതിലും അവർ വിജയിക്കും. അതാണ് അവരുടെ രീതി. അതാണ് ഈ പറയുന്ന പോലെ ഒരു 70-72 സീറ്റുകളിലേക്കൊക്കെ BJP കടന്നെത്തുന്നു UP-യിൽ എന്നുള്ള ചില പ്രവചനങ്ങളാണ് ശരിയാകുന്നത് എങ്കിൽ റായ്ബറേലി ഒരു എളുപ്പത്തിലുള്ള മണ്ഡലമല്ല. സായ് നദിക്കരയിലെ ആ മണ്ഡലത്തിന് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ കാണുന്നത് ഒരു T. സിദ്ദിഖിനെ പോലെയുള്ള ഒരു ദേശീയ നേതാവായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും വന്നതുകൊണ്ട് ഒരു സ്വീകാര്യത കുറയുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. റായ്ബറേലി അമേഠി ഇത്തവണ കോൺഗ്രസ് ജയിക്കും, എന്റെ പ്രവചനം. ഓക്കെ.